ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 31. കൊടുങ്കാറ്റിനെ അതിജീവിക്കുന്ന പ്രതീക്ഷകൾ. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. സങ്കീർത്തനം 107:29. 2021 വസന്തകാലത്ത് ടെക്സാസിൽ ചുഴലിക്കാറ്റും മഴവില്ലും ഒരുമിച്ചുണ്ടായപ്പോൾ നിരവധി പേർ അതിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുക്കുവാൻ ശ്രമിച്ചു. ഒരു വീഡിയോയിൽ വയലിലെ ഗോതമ്പിൻ്റെ നീണ്ട തണ്ടുകൾ ചുഴലിക്കാറ്റിൻ്റെ ശക്തിയാൽ വളയുന്നതായി കാണപ്പെട്ടു. മനോഹരമായ ഒരു മഴവില്ല് ചാരനിറത്തിലുള്ള ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ വളഞ്ഞ ഗോതമ്പ് ചെടികളെ തൊടുന്നതായി തോന്നി. മറ്റൊരു വീഡിയോയിൽ കാഴ്ചക്കാർ റോഡിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഫണൽ ആകൃതിയിൽ കറങ്ങുന്ന മേഘത്തിനരികിൽ പ്രതീക്ഷയുടെ ആ ചിഹ്നം നോക്കുന്നതായി കാണുന്നു. സങ്കീർത്തനം 107 സങ്കീർത്തനക്കാരൻ പ്രത്യാശ വാഗ്ദാനം ചെയ്യുകയും പ്രയാസകരമായ സമയങ്ങളിൽ ദൈവത്തിലേക്ക് തിരിയാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കൊടുങ്കാറ്റിന് നടുവിലായിരുന്ന ചിലരെ അദ്ദേഹം വിവരിക്കുന്നു. അവരുടെ ബുദ്ധി പോയിരുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ജീവിതം കൊടുങ്കാറ്റായി തോന്നുമ്പോൾ തൻ്റെ മക്കൾ ചിലപ്പോൾ പ്രത്യാശ അനുഭവിക്കുവാൻ പാടുപെടുമെന്ന് ദൈവത്തിനറിയാം. ചക്രവാളം ഇരുണ്ടതും പ്രക്ഷുബ്ധവുമായി കാണപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കൊടുങ്കാറ്റുകൾ ജീവിതത്തിലെ ഗണ്യമായ തടസ്സങ്ങളായാലും വൈകാരിക പ്രക്ഷുബ്ധതകളായാലും മാനസിക പിരിമുറുക്കങ്ങളായാലും ദൈവത്തിന് എപ്പോഴും നമ്മുടെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കി നാം ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിക്കുവാൻ കഴിയും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലോ സമയത്തിലോ നമുക്ക് ആശ്വാസം അനുഭവപ്പെട്ടില്ലെങ്കിലും വചനത്തിൽ ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ ദൈവം പാലിക്കുമെന്ന് നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം. ദൈവത്തിൻ്റെ ശാശ്വതമായ പ്രത്യാശ ഏതു കൊടുങ്കാറ്റിനെയും മറികടക്കും. ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് കൊടുങ്കാറ്റിലാണ് നിങ്ങൾ പ്രതീക്ഷ അനുഭവിക്കുവാൻ പ്രയാസപ്പെട്ടത്? നിങ്ങൾക്ക് പ്രത്യാശ ആവശ്യമുള്ളപ്പോൾ ദൈവം എങ്ങനെയാണ് തൻ്റെ തിരുവെഴുത്തുകളിലൂടെ, ദൈവത്തിൻ്റെ ആളുകളിലൂടെയും തൻ്റെ വാഗ്ദാനങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ നൽകിയത്? ദൈവത്തിന് മഹത്വം.